യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കന്യാമറിയം കഴിഞ്ഞാൽ തിരുസഭ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ദാവീദിന്റെ വംശത്തിൽ യാക്കോബിന്റെ മകനായ യൗസേപ്പ് ജനിച്ചു. ദൈവം തന്റെ സുതനെ വളർത്താനും പരിശുദ്ധ കന്യാമറിയത്തെ സംരക്ഷിക്കുവാനും ഏൽപ്പിച്ചത് വിശുദ്ധ യൗസേപ്പ് പിതാവിനെയാണ്. യൗസേപ്പ് തന്റെ ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെച്ചു. പോളിഷ് എഴുത്തുകാരൻ യാൻ ഡോബ്രാസിസ്കി എഴുതിയ പിതാവിന്റെ നിഴൽ ദ ഷാഡോ ഓഫ് ദ ഫാദർ എന്ന പുസ്തകത്തിൽ യൗസേപ്പ് പിതാവിന്റെ ജീവിതകഥ ഒരു നോവലിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജോസഫിനെ നിർവചിക്കാൻ അദ്ദേഹം ഒരു നിഴലിന്റെ സൂചക പ്രതിച്ഛായ ഉപയോഗിക്കുകയാണ്. യേശുവുമായുള്ള ബന്ധത്തിൽ സ്വർഗീയ പിതാവിന്റെ ഭൗമിക നിഴലായിരുന്നു ജോസഫ്. അവനെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഒരിക്കലും സ്വന്തം വഴിക്ക് പോകാൻ അവൻ അനുവദിച്ചില്ല. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോകുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് ഒരു പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. നിയമാവർത്തനം 1:31. സമാനമായ രീതിയിൽ ജോസഫ് ജീവിതകാലം മുഴുവൻ ഒരു പിതാവായി വർത്തിച്ചു. പിതാക്കന്മാർ ജനിക്കുകയല്ല, സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു മനുഷ്യൻ പിതാവാകുന്നത് ഒരു കുട്ടിയെ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ അല്ല, മറിച്ച് ആ കുട്ടിയെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെയാണ്. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴെല്ലാം ഒരു വിധത്തിൽ അയാൾ ആ വ്യക്തിയുടെ പിതാവാകുന്നു. ജോസഫ് തന്റെ ഭാര്യയുമായി സഹവസിക്കുന്നതിന് മുൻപ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. അതിനാൽ തന്റെ ഭാര്യയ്ക്ക് അപമാനം വരാതിരിക്കാൻ വേണ്ടി ഭാര്യയെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനത്തിന്റെ പിന്നിലെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി മത്തായി സുവിശേഷകൻ ഇപ്രകാരം പറയുന്നു: അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനാകിയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19. ഇവിടെ നിശബ്ദനാകുന്ന യൗസേപ്പിനെ നാം കാണുന്നു. ഹെറോദേസിൽ നിന്നും രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നപ്പോഴും രാജാവിന്റെ മരണശേഷം നസറത്തിലേക്ക് മടങ്ങേണ്ട ഘട്ടം വന്നപ്പോഴും ദൈവദൂതന്റെ വാക്കുകളുടെ മുമ്പിൽ അദ്ദേഹം നിശബ്ദനായി കാണപ്പെട്ടു. ദൂതൻ പറഞ്ഞതെല്ലാം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ര മധുരസ്പർശമായ കാര്യങ്ങളൊന്നും തന്നെ അല്ല. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ദൈവഹിതത്തിനും കീഴ്വഴങ്ങാൻ അദ്ദേഹം തയ്യാറായി. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം നിശബ്ദനായി നിലകൊണ്ടു. എന്താണ് ഈ നിശബ്ദത? അദ്ദേഹം കൂടുതൽ പ്രാർത്ഥിച്ചു എന്ന് വേണം കരുതാൻ. താൻ അറിയാതെ ഭാര്യ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുക, ദൂതൻ പ്രത്യക്ഷപ്പെടുക, ഈ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. നാം പ്ലാൻ ചെയ്ത ചില പദ്ധതികളും ദൈവം തകിടം മറിക്കുമ്പോൾ നാം നിരുന്മേഷരാകരുത്. ദൈവഹിതം വെളിപ്പെടാൻ വേണ്ടി കൂടുതൽ സൗമ്യതയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ മറക്കരുത്. ചാഞ്ചാട്ടത്തിന്റെ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകമായി ദൈവത്തെ ആവശ്യമുണ്ട്. പ്രാർത്ഥനയിലൂടെ ഒരുവൻ ദൈവത്തിന്റെ ശക്തിയാലാണ് നിറയുന്നത്. ഈ നിശബ്ദത, യൗസേപ്പ് പിതാവിന്റെ നിശബ്ദത അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഈ വിശ്വാസമാണ് ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും അവൾക്ക് സംരക്ഷണം നൽകാൻ യൗസേപ്പിനെ പ്രേരിപ്പിച്ചത്. ക്രിസ്തുമതം കഠിനമാണ്, എന്നാൽ അതിലാരും ക്ഷീണിക്കുകയില്ല എന്ന് G.K. ജസ്റ്റട്ടൻ പറഞ്ഞത് എത്രയോ വാസ്തവമാണ്. ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ കാലുകളെ ശക്തിപ്പെടുത്തുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പറഞ്ഞു: വിശ്വാസം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും ശങ്കിക്കാതെ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. നവമാലിക പേജ് നമ്പർ 349. വിശ്വാസ വീരന്മാരാകുക എന്നുള്ളതാണ് തിരുസഭ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മലയെ മാറ്റാൻ തക്ക വിശ്വാസം, കടുകുമണിയോളം വിശ്വാസം. അതിനാൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ദൈവപുത്രനെ വളർത്തിയ അദ്ദേഹം ഉണ്ണീശോയ്ക്ക് പിതാവിന്റെ സ്നേഹവും വിരക്ത ഭർത്താവും നിർമ്മലനുമായി ജീവിച്ചുകൊണ്ട് മറിയത്തിന്റെ കാവൽക്കാരനുമായി തീർന്ന ജോസഫിന്റെ നിശബ്ദത നാം ധ്യാനിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ദീപശിഖ ഹൃദയത്തിൽ പേറി ദൈവം അരുളി ചെയ്തത് സംഭവിക്കുമ്പോഴും നമുക്ക് കാത്തു നിൽക്കേണ്ടിയിരിക്കുന്നു. നാം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നൽകപ്പെട്ട പ്രസാദവരം നമ്മളുടെ പ്രവർത്തിക്കാൻ നാം സഹകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എപ്രകാരമാണ് ഇടപെടുന്നതെന്നും ദൈവം ചെയ്യുന്നത് എന്തെല്ലാമാണെന്നും മനുഷ്യന് നിർവചിക്കാൻ പറ്റില്ല. അതിനാൽ നീതിമാനായ ജോസഫിനെ പോലെ നിശബ്ദതയിലേക്ക് പ്രവേശിച്ച് കർത്താവിന്റെ ദൂതൻ കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കാം. അപ്പോൾ ദൈവം നടത്തിയ വഴികൾ മനോഹരമെന്ന് പിതാക്കന്മാരോട് വിശ്വാസ വീരന്മാരോടൊപ്പം നമുക്കും പറയുവാൻ സാധിക്കും. സാധാരണ നമ്മൾ കേട്ടിട്ടില്ലേ WWJD? നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ WWJD എന്നുള്ള ഒരു സൂക്തം നമുക്ക് ഓർത്തിരിക്കാം. വാട്ട് വുഡ് ജീസസ് ഡു? ഈ ക്രിസ്തുമസ് നാളുകളുടെ സമാപനത്തിലേക്ക് നാം അടുക്കുമ്പോൾ വാട്ട് വുഡ് ജീസസ് ഡു? ഓരോ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും എങ്ങനെ ഈശോ പ്രവർത്തിച്ചു, ചിന്തിച്ചു, പറഞ്ഞു, കണ്ടു എന്നുള്ളത്
വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ വഴികാട്ടിയായി മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും അത് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് ഈശോയിലേക്ക് എത്തുവാൻ വളരെ എളുപ്പം സാധിക്കും. ലാറ്റിൻ അമേരിക്ക, ഫിലിപ്പൈൻസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു ഭക്തിയാണ് ഉറങ്ങുന്ന ജോസഫിനോടുള്ള ഭക്തി. 2015 ഫ്രാൻസിസ് പാപ്പ ഫിലിപ്പീൻസ് സന്ദർശിക്കുന്ന വേളയിൽ ഉറങ്ങുന്ന യൂസഫ് പിതാവിൻ്റെ രൂപം തനിക്ക് എന്തുകൊണ്ട് പ്രിയപ്പെട്ടതാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് വിശുദ്ധ യൂസഫിനോട് വലിയ സ്നേഹമുണ്ട്, കാരണം അവൻ നിശബ്ദതയുടെയും ധൈര്യത്തിൻ്റെയും മനുഷ്യനാണ്. എൻ്റെ മേശപ്പുറത്ത് ഉറങ്ങുന്ന യൂസഫ് പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. ഉറങ്ങുമ്പോഴും അവൻ സഭയെ സംരക്ഷിക്കുന്നു. ജോസഫ് ഏറ്റവും നിശബ്ദനായിരിക്കുന്ന സമയത്താണ്, അതായത് അവൻ ഉറങ്ങുമ്പോഴാണ് ദൈവം ഏറ്റവും സവിശേഷമായ രീതിയിൽ ജോസഫിനോട് സംസാരിക്കുന്നത്. സ്വപ്നത്തിൽ ദൈവത്തിൽ നിന്ന് ജോസഫിനോട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ, ഹെറോദസിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനും, ഭീഷണി തീർന്നപ്പോൾ നസ്രത്തിലേക്ക് തിരികെ വരുവാനും ആഹ്വാനം ലഭിക്കുന്നത് ഈ നിശബ്ദതയിലാണ്. ദൈവം സാധാരണയായി നമ്മോട് അത്ര നേരിട്ടും നാടകീയമായും സംസാരിക്കുന്നില്ലെങ്കിലും നമ്മൾ ആന്തരികമായി നിശബ്ദമാകുന്ന സന്ദർഭങ്ങളിൽ അവൻ നാം പലപ്പോഴും സംസാരിക്കാറുണ്ട്. അവ ഹൃദയം കൊണ്ട് ശ്രവിക്കുക എന്നുള്ളത് ഈ ക്രിസ്തുമസിന് നമുക്കൊരു തീരുമാനമാക്കാം. ജോസഫിന് 3 സ്വപ്നങ്ങളുണ്ടായി. 3 തവണയും ഉടൻ തന്നെ അവന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവസ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും അഭിരുചികളും മാറ്റിവെച്ച് ഹൃദയങ്ങളിൽ മന്ത്രിക്കുന്ന ദൈവസ്വരത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ യൂസഫ് പിതാവ് ആവശ്യപ്പെടുകയാണ്. ഫിലിപ്പൈൻസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ താൻ വിശുദ്ധ യൂസഫിനോട് എങ്ങനെ സംവദിക്കുന്നുവെന്ന്, എങ്ങനെ അതെല്ലാം പ്രാവർത്തികമാക്കാമെന്നുള്ള നിർദ്ദേശവും ഫ്രാൻസിസ് പാപ്പ നൽകുന്നുണ്ട്. എനിക്കൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉള്ളപ്പോൾ അതൊരു കുറിപ്പായി എഴുതി ഉറങ്ങുന്ന യൂസഫ് പിതാവിൻ്റെ തിരുസ്വരൂപത്തിനടിയിൽ വയ്ക്കും. അപ്പോൾ യൂസഫ് പിതാവിന് അതിനെപ്പറ്റി സ്വപ്നം കാണാൻ കഴിയും. മറ്റൊരർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അവനോട് പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏത് പ്രശ്നങ്ങളും യൂസഫ് പിതാവിന് സമർപ്പിക്കുന്ന ഒരു ശീലം സ്വന്തമാക്കാം എന്ന് നമുക്ക് ഹൃദയത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാം. ആമേൻ.